ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജ്യോതിഷമായിട്ടും കൂടി ശരിക്കും ബന്ധം വരും അതിൽ. കാരണം ഒരാളുടെ 5-ാം ഭാവം അങ്ങനെ 9 അങ്ങനെ പൂർവ്വപുണ്യങ്ങളും ഒക്കെ കാണിക്കുന്നതാണല്ലോ. അതൊക്കെ നോക്കിയതിന് ശേഷം അതിൽ ഏത് ഗ്രഹമാണ് പ്രബലമായിരിക്കുന്നത് നോക്കിയിട്ട് അതിന് യോജിച്ച ദേവതയെ ഉപാസിക്കുന്ന രീതി. പിന്നെ ഇതിൽ പ്രധാനം എന്താ വെച്ചാൽ സ്വതേ തന്നെ ചിലർക്കൊരു ഒരു ഒരു ദേവതയുടെ ഒരു ഇഷ്ടം ഉണ്ടാവും. അതാരും പ്രേരിപ്പിക്കാതെ, ആരും ഒന്നും പറഞ്ഞു കൊടുക്കാതെ സ്വാഭാവികമായിട്ടൊരു ഇഷ്ടം വരും. അതന്നെയാണ് ഇഷ്ടമൂർത്തി. അതായത് ഈ നക്ഷത്രങ്ങളൊക്കെ നക്ഷത്രങ്ങളായിട്ട് ബന്ധമുണ്ട്. നക്ഷത്രങ്ങൾ അപേക്ഷിച്ച് കൂടുതൽ വരിക ശരിക്കും ലഗ്നമൊക്കെ തന്നെയാണ് വരിക. ലഗ്നത്തിനാണ് പ്രാധാന്യം വരിക. ലഗ്നം ചന്ദ്രലഗ്നം രണ്ടിനും പ്രാധാന്യമുണ്ട്. നക്ഷത്രം ഉപരി അതിന് പ്രാധാന്യം. പിന്നെ നക്ഷത്രത്തിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം, ഇതിനൊക്കെ പ്രത്യേകതയുണ്ട്. അതെല്ലാം കൂടി യോജിച്ച് വരും. അത് അങ്ങനെ ഉണ്ടാവുക. പൊതുവെ എല്ലാവരുടെ ഉള്ളിലും ഒരു അറിവുണ്ട്. അത് അവരുടെ ഉള്ളിലൊരു പ്രേരണയായിട്ട് ഏതെങ്കിലും ഒരു മൂർത്തിയോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവും. അതുതന്നെയാണ് ഇഷ്ടമൂർത്തി. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ അതിന് യോജിക്കുന്ന അറിവുള്ള കരുത്തരായ വ്യക്തികളെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ച് അത് പ്രകൃതി, അത് പ്രപഞ്ചശക്തി അത് എത്തിക്കും. പിന്നെ അതിനെ തുടർന്ന് പോയാൽ മതി. ഫോളോ ചെയ്താൽ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.